പുലർച്ചെ 4 മണിക്ക് ആദ്യ ഷോ. കേരളത്തിൽ ഞെട്ടിക്കാൻ സൂര്യയുടെ കങ്കുവയും. കേരളത്തിൽ സൂര്യ ചിത്രത്തിന്റെ ആദ്യ ഷോ പുലർച്ചെ. തമിഴകത്തിന്റെ സൂര്യ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് കങ്കുവ. സിരുത്തൈ ശിവയാണ് സംവിധാനം നിർവഹിക്കുന്നത്. കങ്കുവയുടെ പുതിയ ഒരു അപ്ഡേറ്റാണ് താരത്തിന്റെ ആരാധകർ ചർച്ചയാക്കുന്നത്. കേരളത്തിലടക്കം 4 മണിക്ക് ആദ്യ ഷോ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക എന്നിവിടങ്ങളിലും ഷോ പുലർച്ചെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നവംബർ 14-നാണ് ചിത്രത്തിന്റെ റിലീസ്. ഒരു നടനെന്ന നിലയിൽ കങ്കുവ സിനിമയിൽ വലിയ അനുഗ്രഹമാണെന്ന് സൂര്യ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ കങ്കുവ ഏതാണ്ട് 150 ദിവസത്തിലധികമെടുത്താണ് ചിത്രീകരിച്ചതെന്നും രാജ്യമൊട്ടാകെ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ന് താരം വ്യക്തമാക്കിയിരുന്നു. സംവിധായകൻ സിരുത്തൈ ശിവയുടെ കങ്കുവ സിനിമയിലെ ഗാനം നേരത്തെ പുറത്തുവിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു. കങ്കുവ ഒന്നിനൊപ്പം രണ്ടാം ഭാഗത്തിന്റെയും കഥ പുറത്തായിട്ടുണ്ട് എന്നും നിർമ്മാതാവ് വ്യക്തമാക്കിയതും ചിത്രത്തിന്റെ ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. കങ്കുവ 2ന്റെ ചിത്രീകരണം എന്ന് ആരംഭിക്കും എന്നുള്ളത് ചിത്രത്തിന്റെ നിർമ്മാതാവ് സൂചിപ്പിച്ചു. കങ്കുവ 2 2026-ൽ തീർക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ജ്ഞാനവേൽ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. കങ്കുവ മുഴുവൻ താൻ കണ്ടുവെന്ന് പറഞ്ഞ് മദൻ കർക്കി റിവ്യൂ എഴുതിയിരുന്നു. ഡബ്ബിംഗ് നടക്കുമ്പോൾ തനിക്ക് പല രംഗങ്ങളും കാണാനായിട്ടുണ്ട്. ഓരോ കാഴ്ചയിലും സിനിമ വേറിട്ടതാകുകയായിരുന്നു. ദൃശ്യങ്ങളുടെ ഗാംഭീര്യം, കലയുടെ ചാരുത, കഥയുടെ ആഴം, സംഗീതത്തിന്റെ തലങ്ങൾ, സൂര്യയുടെ പ്രകടനമൊക്കെ ചിത്രത്തിൽ ചേരുമ്പോൾ തിയേറ്ററിൽ മികച്ച അനുഭവമാകുന്നു. മികച്ച ആഖ്യാനത്തിന് സംവിധായകൻ ശിവയ്ക്ക് താൻ നന്ദി രേഖപ്പെടുത്തുന്നു. കഥാതന്തു ഇങ്ങനെ വികസിപ്പിച്ച് തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി എന്നും പറയുന്നു മദൻ കർക്കി. കങ്കുവ മനോഹരമായ ഒരു കലാസൃഷ്ടിയാണെന്നും പറയുകയാണ് മദൻ കർക്കി. അച്ഛനറിയാതെ അമ്മ വാങ്ങിയ കടം വീട്ടാൻ സിനിമയിലെത്തി. നടനായ കഥ പറഞ്ഞ് സൂര്യ. തെന്നിന്ത്യയിൽ വലിയൊരു ആരാധക വൃന്ദം ഉള്ള നടനാണ് സൂര്യ. അച്ഛൻ തമിഴകത്ത് അറിയപ്പെടുന്ന നടനായിരുന്നെങ്കിലും സിനിമയിലേക്ക് വരണമെന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് തുറന്നു പറയുകയാണ് താരം. സ്വന്തമായി ഒരു ഗാർമെന്റ് ഫാക്ടറി സ്വപ്നം കണ്ട ശരവണൻ ശിവകുമാർ എങ്ങനെ തെന്നിന്ത്യയുടെ ഹൃദയത്തുടിപ്പായ സൂര്യയായി മാറിയതെന്ന് താരം വെളിപ്പെടുത്തി. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. സൂര്യയുടെ വാക്കുകൾ: ഞാൻ ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തു. ആദ്യത്തെ 15 ദിവസം ഞാനൊരു ട്രെയിനി ആയിരുന്നു. ആ 15 ദിവസത്തെ എന്റെ ശമ്പളം 750 രൂപയായിരുന്നു. ആദ്യത്തെ 6 മാസം ഞാൻ ഒരു നടന്റെ മകനാണെന്ന് അവർക്കറിയില്ലായിരുന്നു. അന്ന് 1200 രൂപയായിരുന്നു എന്റെ മാസ ശമ്പളം. ഏകദേശം 3 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോഴേക്കും എന്റെ ശമ്പളം 8000 രൂപയായി ഉയർത്തിയിരുന്നു. വീട്ടിലൊരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു ദിവസം പ്രാതൽ വിളമ്പുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ 25,000 രൂപ കടം വാങ്ങി. നിന്റെ അച്ഛനെ അറിയില്ല. ഞാൻ നെട്ടിപ്പോയി. അമ്മ എന്താണ് ഈ പറയുന്നത്? അച്ഛനൊരു നടനാണ്, നിങ്ങൾക്ക് 25,000 രൂപ കടം വാങ്ങാൻ കഴിയില്ല. അമ്മയുടെ സമ്പാദ്യം എവിടെ പോയി? നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താണ് എന്നെല്ലാം ഞാൻ ചോദിച്ചു. ബാങ്ക് ബാലൻസ് ഒരിക്കലും 1 ലക്ഷത്തിൽ കൂടുതലായിട്ടില്ല എന്നായിരുന്നു അമ്മയുടെ മറുപടി. അച്ഛൻ എപ്പോഴും അങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരിക്കലും തന്റെ ശമ്പളം ചോദിച്ചു വാങ്ങിയില്ല. നിർമ്മാതാക്കൾ പേയ്മെന്റ് ക്ലിയർ ചെയ്യുന്നതുവരെ അദ്ദേഹം കാത്തിരിക്കും. അച്ഛൻ അധികം സിനിമകളോ പ്രോജക്റ്റുകളോ ചെയ്യാത്ത സമയം കൂടിയായിരുന്നു അത്. അഭിനയത്തിൽ നിന്ന് ഏകദേശം 10 മാസത്തെ ഇടവേള എടുത്തിരുന്നു. അമ്മ 25,000 രൂപയുടെ കടം വീട്ടാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടത് എന്നെ വല്ലാതെ ബാധിച്ചു. ഞാൻ സ്വയം ചിന്തിച്ചു, ഞാൻ എന്താണ് ചെയ്യുന്നത്? ആ നിമിഷം വരെ സ്വന്തമായി ഒരു ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്റെ അച്ഛൻ 1 കോടി രൂപയെങ്കിലും ഫാക്ടറിയിൽ നിക്ഷേപിക്കുമെന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനുള്ള അനുഭവ പരിചയം ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നത്. പക്ഷെ അമ്മയുമായുള്ള ആ സംഭാഷണം എല്ലാം മാറ്റിമറിച്ചു. അച്ഛൻ നടനായതിനാൽ തന്നെ അഭിനയിക്കാൻ ഒരുപാട് ഓഫറുകൾ ലഭിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും സിനിമാ വ്യവസായത്തിന്റെ ഭാഗമാകാനോ ക്യാമറയിൽ മുഖം കാണിക്കാനോ ആഗ്രഹിച്ചിരുന്നില്ല. ക്യാമറയെ അഭിമുഖീകരിക്കുന്നതിന് 5 ദിവസം മുമ്പ് പോലും ഞാൻ ഇത് ചെയ്യുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല. ഞാൻ പണത്തിന് വേണ്ടിയാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്നത്. അമ്മയുടെ കടം വീട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ ആരംഭിച്ചത്. അങ്ങനെയാണ് ഞാൻ സൂര്യയായത്. ഞാൻ എൻ്റെ ആദ്യ ഷോട്ട് എടുക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ സെറ്റിലുണ്ടായിരുന്നു. അവർക്ക് ഞാൻ ആരാണെന്ന് ഒരു സൂചനയുമില്ലായിരുന്നു. എന്നിട്ടും എൻ്റെ ഷോട്ടിന് ശേഷം അവർ കൈയടിക്കുന്നത് ഞാൻ കേട്ടു. അന്നു മുതൽ എനിക്ക് നിരുപാധികമായ സ്നേഹം ലഭിക്കുന്നു. തലമുറകൾ മാറിക്കാണും, പ്രേക്ഷകരും, പക്ഷേ ആ സ്നേഹത്തിന് മാറ്റമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. ഇപ്പോൾ 49-ാം വയസ്സിലും ഞാൻ 6 പാക്ക് ആവശ്യപ്പെടുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, സൂര്യ പറഞ്ഞു. 1997-ൽ പുറത്തിറങ്ങിയ നേർക്ക് നേർ എന്ന ചിത്രത്തിലാണ് സൂര്യ ആദ്യമായി അഭിനയിക്കുന്നത്. വിജയ്, സിമ്രാൻ,
എന്നിവർക്കൊപ്പമുണ്ടായിരുന്ന സൂര്യയുടെ അരങ്ങേറ്റ ചിത്രം. വസന്ത് എഴുതി സംവിധാനം ചെയ്ത ചിത്രം മണിരത്നമാണ് നിർമ്മിച്ചത്. പിന്നീട് സൂര്യയ്ക്ക് സിനിമയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കങ്കുവ എന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് താരത്തിന്റെ റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം. പുലർച്ചെ 4 മണിക്ക് ആദ്യ ഷോ. കേരളത്തിൽ ഞെട്ടിക്കാൻ സൂര്യയുടെ കങ്കുവയും. കേരളത്തിൽ സൂര്യ ചിത്രത്തിന്റെ ആദ്യ ഷോ പുലർച്ചെ. തമിഴകത്തിന്റെ സൂര്യ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് കങ്കുവ. സിരുത്തൈ ശിവയാണ് സംവിധാനം നിർവഹിക്കുന്നത്. കങ്കുവയുടെ പുതിയ ഒരു അപ്ഡേറ്റ് ആണ് താരത്തിന്റെ ആരാധകർ ചർച്ചയാക്കുന്നത്. കേരളത്തിലടക്കം 4 മണിക്ക് ആദ്യ ഷോ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക എന്നിവിടങ്ങളിലും ഷോ പുലർച്ചെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നവംബർ 14-നാണ് ചിത്രത്തിന്റെ റിലീസ്. ഒരു നടനെന്ന നിലയിൽ കങ്കുവ സിനിമയിൽ വലിയ അനുഗ്രഹമാണെന്ന് സൂര്യ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ കങ്കുവ ഏതാണ്ട് 150 ദിവസത്തിലധികമെടുത്താണ് ചിത്രീകരിച്ചതെന്നും രാജ്യമൊട്ടാകെ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ന് താരം വ്യക്തമാക്കിയിരുന്നു. സംവിധായകൻ സിരുത്തൈ ശിവയുടെ കങ്കുവ സിനിമയിലെ ഗാനം നേരത്തെ പുറത്തുവിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു. കങ്കുവ 1-നൊപ്പം 2ാം ഭാഗത്തിന്റെയും കഥ പുറത്തായിട്ടുണ്ട് എന്നും നിർമ്മാതാവ് വ്യക്തമാക്കിയതും ചിത്രത്തിന്റെ ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുണ്ട്. കങ്കുവ 2-ന്റെ ചിത്രീകരണം എന്ന് ആരംഭിക്കും എന്നുള്ളത് ചിത്രത്തിന്റെ നിർമ്മാതാവ് സൂചിപ്പിച്ചു. കങ്കുവ 2 2026-ൽ തീർക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ജ്ഞാനവേൽ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. കങ്കുവ മുഴുവൻ താൻ കണ്ടുവെന്ന് പറഞ്ഞ് മദൻ കർക്കി റിവ്യൂ എഴുതിയിരുന്നു. ഡബ്ബിംഗ് നടക്കുമ്പോൾ തനിക്ക് പല രംഗങ്ങളും കാണാനായിട്ടുണ്ട്. ഓരോ കാഴ്ചയിലും സിനിമ വേറിട്ടതാകുകയായിരുന്നു. ദൃശ്യങ്ങളുടെ ഗാംഭീര്യം, കലയുടെ ചാരുത, കഥയുടെ ആഴം, സംഗീതത്തിന്റെ തലങ്ങൾ, സൂര്യയുടെ പ്രകടനമൊക്കെ ചിത്രത്തിൽ ചേരുമ്പോൾ തിയേറ്ററിൽ മികച്ച അനുഭവമാകുന്നു. മികച്ച ആഖ്യാനത്തിന് സംവിധായകൻ ശിവയ്ക്ക് താൻ നന്ദി രേഖപ്പെടുത്തുന്നു. കഥാതന്തു ഇങ്ങനെ വികസിപ്പിച്ച് തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി എന്നും പറയുന്നു മദൻ കർക്കി. കങ്കുവ മനോഹരമായ ഒരു കലാസൃഷ്ടിയാണെന്നും പറയുകയാണ് മദൻ കർക്കി.